ഹായ് ഓൾ, വെൽക്കം ടു ഹോംലി പ്രോഫിറ്റ്സ്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഇവിടെ എടുത്തിരിക്കുന്നത് ബാങ്ക് നിഫ്റ്റിയുടെ 3 മിനിറ്റ് ക്യാൻഡിലാണ്. ഇന്ന് ജൂലൈ 22-ാം തീയതിയാണ്. അപ്പോൾ ഇന്നത്തെ മാർക്കറ്റ് ഇപ്പോൾ ക്ലോസ് ആയിട്ടുണ്ട്. ക്ലോസ് ആയതിന് ശേഷം ഞാൻ ഇന്നത്തെ ഒരു മാർക്കറ്റ് എങ്ങനെയായിരുന്നു നമ്മുടെ സപ്പോർട്ട് അല്ലെങ്കിൽ റെസിസ്റ്റൻസിൽ ഒക്കെ പ്രൈസ് റെസ്പെക്റ്റ് ചെയ്തതെന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് എടുത്തിരിക്കുന്നത്, ചാർട്ട് എടുത്തിരിക്കുന്നത്. ഇപ്പം ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ആയിരിക്കുന്ന ഈ ഒരു റേഞ്ചിലാണ്, അതായത് 57-50 എന്ന് പറയുന്നത് നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് സോണാണ്. ഇവിടെയാണ് മാർക്കറ്റ് ഓപ്പൺ ആയിരിക്കുന്നത്. ഓപ്പണായി നല്ലൊരു സെൽ ഓഫ് വന്നിട്ടുണ്ട്. സെൽ ഓഫ് വന്ന് ഈ ഒരു പോയിന്റ് ഇന്നത്തെ ഒരു ക്ലോസിങ് ഏരിയയിലൊക്കെ വെച്ച് ഇത് സപ്പോർട്ട് എടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ബയേഴ്സ് ഇവിടുന്ന് ട്രൈ ചെയ്തു, പക്ഷേ ഫെയിലായി. വീണ്ടും ഇത് ബ്രേക്ക് ചെയ്ത് നമുക്ക് വീണ്ടും പിന്നെ ഈ ഒരു റെസിസ്റ്റൻസ് സോൺ എന്ന് പറയുന്നത് നമ്മൾക്കൊരു സപ്പോർട്ടായിട്ട് താഴേക്ക് തന്നെ മാർക്കറ്റ് പോവുകയാണ് ഉണ്ടായത്. അപ്പം ഇവിടെ നോക്കുമ്പം ക്ലിയർ ആയിട്ട് നമുക്ക് ഈ ഒരു ഏരിയയിൽ നിന്ന് ഒന്ന് ബ്രേക്ക് ചെയ്ത് നമുക്കൊരു ക്ലിയർ ആയിട്ടുള്ള ഒരു പുൾ ബാക്ക് കിട്ടി നമ്മുടെ അടുത്ത നല്ലൊരു സപ്പോർട്ട് സോൺ ആയിട്ടുള്ള ഈ ഒരു റേഞ്ചിലേക്കാണ് പിന്നെ മാർക്കറ്റ് പോയത്. അപ്പോൾ ഇന്ന് ക്ലോസ് വന്നിരിക്കുന്നത് ഈ ഒരു റേഞ്ചിൽ. ഇതൊരു ഇൻട്രാഡേ സോണാണ്. ഈ ഇൻട്രാഡേ സോണിലാണ് ഇന്നത്തെ മാർക്കറ്റ് ഫൈനലി ക്ലോസ് വന്നിരിക്കുന്നത്. ഇപ്പോൾ മോർണിംഗ് തൊട്ട് നോക്കുകയാണെങ്കിൽ നല്ലൊരു സെൽ ഓഫ് ആണ് വന്നിരിക്കുന്നത്. 1-2 തവണ മാർക്കറ്റ് മുകളിലേക്ക് പോകാൻ ബയേഴ്സ് ട്രൈ ചെയ്തു, പക്ഷേ ഫെയിലായിട്ട് കംപ്ലീറ്റ് ആയിട്ട് നോക്കുകയാണെങ്കിൽ മുകളിൽ നിന്ന് ഓപ്പൺ ആയത് മുതൽ കംപ്ലീറ്റ് ആയിട്ട് ഇന്നൊരു നല്ലൊരു ഡൗൺ ട്രെൻഡ് ആയിരുന്നു. അപ്പം ഇതാണ് ബാങ്ക് നിഫ്റ്റീൻ്റെ ഒരു ഡേറ്റ. ഇപ്പം നമ്മൾ നിഫ്റ്റീൻ്റെ ചാർട്ട് എടുക്കുകയാണെങ്കിൽ നിഫ്റ്റിയും ഇതുപോലെ തന്നെ ഓപ്പണിംഗ് വന്നിരിക്കുന്നത് ഈ ഒരു റേഞ്ചിന് മുകളിലാണ് ഓപ്പൺ ആയത്. പക്ഷേ ഓപ്പൺ ആയ പോലെ പാട് തന്നെ ഇത് നല്ലൊരു സെൽ ഓഫ് വന്ന് ബയേഴ്സ് പിന്നെ സപ്പോർട്ട് ഈ ഒരു ഏരിയയിൽ വെച്ച് സപ്പോർട്ട് എടുക്കുന്നുണ്ട്. ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് ഇന്നലത്തെ ഒരു റെസിസ്റ്റൻസ് സോണാണ്. ഇന്നലത്തെ ഒരു റെസിസ്റ്റൻസ് സോൺ എന്നാണ് ഇവിടെ സപ്പോർട്ട് എടുക്കുന്നത്. സപ്പോർട്ട് എടുത്ത് വീണ്ടും മാർക്കറ്റ് മുകളിലേക്ക് പോകുന്നുണ്ട്. പക്ഷേ ഈ ഒരു റേഞ്ചിനെ, ഈ 25-100-നെ ബ്രേക്ക് ചെയ്ത് പിന്നെ മുകളിലേക്ക് പോകാൻ സസ്റ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നിഫ്റ്റിക്ക് ഇന്ന് കഴിഞ്ഞിട്ടില്ല. അപ്പം വീണ്ടും അത് ഡൗൺ അടിച്ച് വീണ്ടും ഇന്ന് ക്ലോസ് വന്നിരിക്കുന്നത് ഈ ഒരു റേഞ്ചിൽ തന്നെയാണ്. അപ്പോൾ ഈ ഒരു റേഞ്ച് എന്ന് പറയുന്നത് ഇന്നലത്തെ ഈ ഒരു റേഞ്ച് തന്നെയാണ് ഇവിടെ ഒരു സപ്പോർട്ടായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്നലത്തെ ഒരു ഇൻട്രാഡേ ഒരു റെസിസ്റ്റൻസ് സോൺ എന്ന് പറയുന്നത് ഇന്നത്തെ ഒരു സപ്പോർട്ട് സോണായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ നിഫ്റ്റീൻ്റെ കേസിൽ നോക്കുകയാണെങ്കിൽ ഇപ്പം ഒരു 80 പോയിൻറ്റ്സ് അല്ലെങ്കിൽ 75-80 പോയിൻറ്റ്സിൻ്റെ മൂവാണ് ഇന്ന് നിഫ്റ്റിയിൽ വന്നിട്ടുള്ളൂ. അപ്പം ശരിക്കും പറഞ്ഞാൽ സ്കാൽപ്പ് ചെയ്യുന്നവർക്കൊക്കെ ഒരു ചെറിയ മൂവ് കിട്ടിയെന്നല്ലാണ്ട് വലിയൊരു മൂവ് ഒന്നും ഇന്ന് നിഫ്റ്റിയിൽ ഓവറോൾ പോയിട്ടില്ല. അപ്പം രാവിലത്തെ ഈ ഒരു മൂവ് ഇവിടുന്നൊക്കെ ക്യാച്ച് ചെയ്യാൻ പറ്റുന്നവർക്ക് ഒരു നല്ലൊരു മൂവ് കിട്ടി എന്നല്ലാണ്ട് വീണ്ടും നല്ല മൂവൊന്നും നിഫ്റ്റിയിൽ ഇന്ന് വന്നിട്ടില്ല. അപ്പം ഒരു നാരോ റേഞ്ചിലായിട്ടാണ് ഇന്നത്തെ നിഫ്റ്റി മൊത്തം മൂവ് ആയിട്ടുള്ളത്. അപ്പം ഇതാണ് നിഫ്റ്റീൻ്റെ ഒരു ഡേറ്റ എന്ന് പറയുന്നത്. ഇവിടെ നിഫ്റ്റിയുടെ ഡേ ക്യാൻഡിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നിഫ്റ്റിയുടെ ഡേ ക്യാൻഡിൽ നോക്കുമ്പോൾ ഇന്നൊരു ബെയറിഷ് ആയിട്ടാണ് ക്യാൻഡിൽ ക്ലോസ് വന്നിരിക്കുന്നത്. അപ്പം ഇവിടെ നോക്കുകയാണെങ്കിൽ ചെറിയൊരു സപ്പോർട്ടുണ്ട്. ഇതൊരു ചെറിയൊരു സപ്പോർട്ടായിട്ടും അതുപോലെ തന്നെ ഈ ഒരു റേഞ്ചിൽ നമുക്ക് ചെറിയൊരു റെസിസ്റ്റൻസ് സോണായിട്ടും നമുക്ക് നോക്കാം. അപ്പം നല്ലൊരു മൂവ് നമുക്ക് നിഫ്റ്റിയിൽ കിട്ടണമെങ്കിൽ ഏതെങ്കിലും ഒരു ഡയറക്ഷൻ നമുക്ക് ക്ലിയർ ആയിട്ട് കിട്ടണം. ഇപ്പം മുകളിലേക്ക് പോകാനാണെങ്കിൽ ഈ ഒരു റെസിസ്റ്റൻസ് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു നല്ല മൂവിനുള്ളൊരു സ്പേസ് ഇവിടെ ഉണ്ട്. അപ്പം താഴേക്കാണെങ്കിൽ ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത നല്ലൊരു സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഇവിടെയാണ് വരുന്നത്. അപ്പം ഇന്ന് മാർക്കറ്റ് ക്ലോസ് വന്നിരിക്കുന്നത് ഒരു റേഞ്ചിലായിട്ടാണ് ഇന്ന് മാർക്കറ്റ് ക്ലോസ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മളിതിൻ്റെ ഒരു കൂടുതൽ സപ്പോർട്ട് അല്ലെങ്കിൽ റെസിസ്റ്റൻസ് വരയ്ക്കാൻ വേണ്ടി ഞാൻ 50 മിനിറ്റ്സിൻ്റെ ക്യാൻഡിലാക്കുന്നുണ്ട്. ഇപ്പം 50 മിനിറ്റ്സിൻ്റെ ക്യാൻഡിലാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ നിഫ്റ്റീൻ്റെ ഡേറ്റാസ് ഞാൻ സെൻസിബിളിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ഇവിടെ നിഫ്റ്റീൻ്റെ ക്ലോസിംഗ് വന്നിരിക്കുന്നത് 25,090.7-ലാണ്. മാക്സ് പെൻ വന്നിരിക്കുന്നത് 25,100-ലാണ്. PCR വന്നിരിക്കുന്നത് 0.71-ലാണ്. 0.71 എന്ന് പറയുന്നത് ഒരു ബെയറിഷ് ബയസിലാണ് ഇപ്പം മാർക്കറ്റ് ഉള്ളതെന്ന് നമുക്ക് പറയാം. അപ്പം ഹയസ്റ്റ് കോൾ OA വന്നിരിക്കുന്നത് 25,100-ലാണ്. അതായത് 1.3 CRൻ്റെ ഒരു നല്ലൊരു റേറ്റിംഗ് ഇവിടെ 25,100-ൽ വന്നിട്ടുണ്ട്. അതായത് ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് സോണായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. ഇനി ഹയസ്റ്റ് പുട്ട് OA നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്നത് 25,000-ലാണ്. അപ്പോൾ അതൊരു കീ സപ്പോർട്ട് ലെവലായിട്ടും ഉണ്ട്. ഇനി കോൾ OA ചേഞ്ച് നോക്കുകയാണെങ്കിൽ 25,200-ലാണ് കോൾ OA ചേഞ്ച് വന്നിരിക്കുന്നത്. അതായത് 25,100-ന് തൊട്ട് മുകളിലായിട്ട് 25,200
2,500 പുതിയൊരു റെസിസ്റ്റൻസ് സോൺ ഉണ്ട്. അതുപോലെ തന്നെ പുട്ട് OA ചേഞ്ച് വന്നിരിക്കുന്നത് 25,050 ഈ 25 തൊട്ട് മുകളിലായിട്ട് വീണ്ടും ഒരു സപ്പോർട്ട് ലെവലും ഉണ്ട്. അപ്പം നമുക്കിത് ചാർട്ടിൽ വരയ്ക്കുകയാണെങ്കിൽ, ഇപ്പം 50 മിനിറ്റ്സിൻ്റെ ചാർട്ടിൽ വരയ്ക്കുകയാണെങ്കിൽ 25,000 എന്ന് പറയുന്നത് നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് സോണാണ്. ഇത് നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് സോണാണ്. അതുപോലെ തന്നെ 25,050 എന്ന് പറയുന്നത് പുതുതായിട്ടൊരു ഫോം ആവുന്ന ഒരു സപ്പോർട്ട് സോണാണ്. അപ്പം ഇത് രണ്ടും കൂടി നമുക്ക് കമ്പൈൻ ചെയ്ത് വരയ്ക്കുന്ന ഒരു സോണായിട്ട് വരയ്ക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഇത് നോക്കുകയാണെങ്കിൽ നല്ലൊരു സപ്പോർട്ട് സോൺ എന്ന് പറഞ്ഞാൽ ഇതാണ്. അപ്പം ഈ ഒരു സപ്പോർട്ട് സോൺ ബ്രേക്ക് ചെയ്താലായിരിക്കും താഴേക്ക് നല്ലൊരു മൂവ് കിട്ടുക. അതുപോലെ തന്നെ ഇനി ഹയസ്റ്റ് പുട്ട് OA വന്നിരിക്കുന്നത്, കോൾ OA വന്നിരിക്കുന്നതും OA ചേഞ്ച് വന്നിരിക്കുന്നതും നോക്കുകയാണെങ്കിൽ 25,100 25,200 നല്ല ഒരു റെസിസ്റ്റൻസ് സോൺ വരുന്നത്. അപ്പോൾ അതിനെ നമ്മളിപ്പോൾ കമ്പൈൻ ചെയ്ത് വരയ്ക്കുകയാണെങ്കിൽ ഈ ഒരു സോണിൽ നമുക്ക് നല്ലൊരു റെസിസ്റ്റൻസ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പം ഞാനിത് ഇങ്ങനെ വരച്ചിരിക്കുന്നത് ഈ ഒരു കംപ്ലീറ്റ് ഏരിയ കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതിനൊരു സോണായിട്ട് വരച്ചിരിക്കുന്നത്. അപ്പം ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു നല്ലൊരു ലോങ് മൂവ് കിട്ടണമെങ്കിൽ ഈ ഒരു റേഞ്ച് ബ്രേക്ക് ചെയ്ത് പോയാലാണ് നമുക്ക് നല്ലൊരു മൂവ് കിട്ടുക. ഇപ്പോൾ ഇവിടുന്ന് ഇവിടം വരെയൊക്കെ നമുക്കൊരു മൂവ്, നമുക്ക് ഒരു സ്കാൽപ്പിംഗ് ഒക്കെ ചെയ്യുന്നവർക്ക് നമുക്ക് ഇവിടെയൊക്കെ ഓപ്പണിങ് എങ്കിൽ നമുക്ക് ഈ ഒരു ഏരിയ വരെയൊക്കെ നമുക്ക് നല്ലൊരു സ്പേസ് ഉണ്ട്. അതുപോലെ തന്നെ നല്ലൊരു ഷോർട്ട് കിട്ടണമെങ്കിൽ ഈ 25,000 താഴെ കിട്ടിയാലാണ് നല്ലൊരു ഷോർട്ട് മൂവ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുക. അപ്പം ഇത് കഴിഞ്ഞാൽ ഒരു സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഒരു അടുത്ത സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ചാർട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇതായിരിക്കും നമ്മുടെ ഒരു ചെറിയ ഒരടുത്ത ഒരു സപ്പോർട്ടായിട്ട് വരുന്നത്. അപ്പം ഇത് രണ്ടുമാണ് മെയിനായിട്ടുള്ളൊരു സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ 25,000, അതിന് താഴെ ഈ ഒരു സപ്പോർട്ട് ഉണ്ട്. ഇനിയിപ്പോൾ മുകളിലേക്ക് നോക്കുകയാണെങ്കിൽ 25,100 ഇവിടെ ചെറിയൊരു സപ്പോർട്ട് ഉണ്ട്. 25,100 ആണ്. ഇവിടെയാണ് ഒരു അടുത്തൊരു സപ്പോർട്ടുള്ള ഒരു ചെറിയൊരു റെസിസ്റ്റൻസ് സോൺ വരുന്നത്. ഇനി അത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ലെവലിൽ നമുക്ക് അടുത്ത ഒരു റെസിസ്റ്റൻസ് ആണ് വരുന്നത്. അപ്പം ഇതിന് മുകളിലേക്ക് കിട്ടുകയാണെങ്കിലാണ് നല്ലൊരു ലോങ് കിട്ടുക. അപ്പോൾ ഇൻട്രാഡേ ഒക്കെ ചെയ്യുന്നവർക്ക് ഇവിടുന്ന് തന്നെ നമുക്ക് ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 200 വരെയൊക്കെ നമുക്ക് ഒരു എൻട്രി കിട്ടും. അപ്പം ഇത് ഇന്നത്തെ ഒരു മാർക്കറ്റ് വന്നിരിക്കുന്ന ഈ ചെറിയൊരു റേഞ്ചിലാണ്. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ഒരു 70 പോയിൻറ്റ്സ് 80 പോയിൻറ്റ്സിൻ്റെ ഒരു റേഞ്ചാണിത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് നല്ല എൻട്രീസ് ഒന്നും കിട്ടില്ല. അപ്പോൾ ഇതാണ് നിഫ്റ്റീൻ്റെ ഒരു മെയിനായിട്ടുള്ള ലെവൽസ്. ബാങ്ക് നിഫ്റ്റീൻ്റെ ഡേ ക്യാൻഡിൽ നോക്കുകയാണെങ്കിൽ ഇന്ന് ഓപ്പൺ ആയത് ഈ ഒരു റേഞ്ചിൽ ഓപ്പണായി 57,250 എന്ന് പറഞ്ഞാൽ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് സോണാണ്. അപ്പോൾ ഈ ഒരു റേഞ്ചിലാണ് ഓപ്പൺ ആയിരിക്കുന്നത്. പക്ഷേ ഓപ്പൺ ആയിട്ട് നല്ലൊരു സെൽ ഓഫ് വന്നിട്ടാണ് ഇന്ന് ക്യാൻഡിൽ ക്ലോസ് വന്നിരിക്കുന്നത്. ഇന്ന് അതുകൊണ്ട് തന്നെ ഈ ഒരു റേഞ്ച് എന്ന് പറയുന്നത് സ്ട്രോങ് ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് സോൺ തന്നെയാണ്. പക്ഷേ നല്ലൊരു മൂവ് കിട്ടണമെങ്കിൽ ഇത് കട്ട് ചെയ്ത് നല്ലൊരു പുൾ ബാക്ക് വന്നാലേ നമുക്ക് നല്ലൊരു മൂവ് മുകളിലേക്ക് കിട്ടുള്ളൂ. ഈ ഒരു റേഞ്ച് ഉണ്ട്. അപ്പം നിഫ്റ്റിനെ കമ്പയർ ചെയ്യുമ്പം ബാങ്ക് നിഫ്റ്റിയിൽ എന്ന് പറയുമ്പോൾ ഈ ഒരു ഏരിയയും കൂടി കവർ ചെയ്താലാണ് നമുക്ക് ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു ലോങ് മൂവ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പം ഇവിടെ സ്ട്രോങ് ആയിട്ട് നല്ലൊരു റെസിസ്റ്റൻസ് സോൺ ബിൽഡ് ആവുന്നത് ഈ 57,250 ആണ്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഒരു മൂവ് കിട്ടണമെങ്കിൽ ഈ ഒരു റെസിസ്റ്റൻസ് ലെവൽ ബ്രേക്ക് ചെയ്യണം. അപ്പം ഇന്ന് ഓപ്പൺ ആയത് കറക്റ്റായിട്ട് ആ ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് ലെവലിലാണ് ഓപ്പണായി അത് നല്ലൊരു സെൽ ഓഫ് വരികയാണ് ഉണ്ടായത്. അപ്പം ഇന്നിപ്പോൾ മാർക്കറ്റ് ക്ലോസ് വന്നിരിക്കുന്ന ഈ ഒരു റേഞ്ചിൽ എന്ന് പറയാം. അതുപോലെ തന്നെ ഒരു നല്ലൊരു ബെയറിഷ് ആയിട്ടാണ് ക്യാൻഡിൽ ക്ലോസും വന്നിരിക്കുന്നത്. അപ്പം ഒരു റേഞ്ചിലേക്ക് മാർക്കറ്റ് വീണ്ടും ഒരു റേഞ്ചിലേക്ക് തന്നെ വന്നിട്ടുണ്ട്. അപ്പം ഇങ്ങോട്ട് പോകണമെങ്കിൽ നല്ലൊരു മൂവ് കിട്ടിയാലാണ് നമുക്ക് ലോങ് അല്ലെങ്കിൽ ഷോർട്ട് നല്ലൊരു മൂവ് നമുക്ക് കിട്ടുള്ളൂ. അപ്പം ഇതിൽ നമ്മളിപ്പം 50 മിനിറ്റ്സിൻ്റെ ക്യാൻഡിലേക്ക് നോക്കിയാൽ നമുക്ക് സപ്പോർട്ടും റെസിസ്റ്റൻസും വരയ്ക്കാം. അതിന് മുമ്പ് ഞാൻ ബാങ്ക് നിഫ്റ്റിയുടെ കുറച്ച് വാല്യൂസ് ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. ബാങ്ക് നിഫ്റ്റിയുടെ ക്ലോസിംഗ് വന്നിരിക്കുന്നത് 56,952.75 ആണ്. മാക്സ് പെയിൻ വന്നിരിക്കുന്നത് 56,800 ആണ്. PCR വന്നിരിക്കുന്നത് 0.74 അതായത് ബെയറിഷ് പ്രൈസിലാണ് മാർക്കറ്റ് ഉള്ളത്. ഹയസ്റ്റ് കോൾ OA വന്നിരിക്കുന്നത് 57,000 ഹയസ്റ്റ് പുട്ട് OA വന്നിരിക്കുന്നത് 56,000 ഹയസ്റ്റ് കോൾ OA ചേഞ്ച് വന്നിരിക്കുന്നത് 57,000 ഹയസ്റ്റ് പുട്ട് OA വന്നിരിക്കുന്നത് 56,000
ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് 57,000 എന്ന് പറയുന്നത് നല്ല സ്ട്രോങ് ആയിട്ടുള്ളൊരു മേജർ റെസിസ്റ്റൻസ് സോണായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ പുതിയ ഒരു ബിൽഡപ്പും ഈ 57,000 വരുന്നുണ്ട്. അപ്പം അത് കൂടുതൽ ആ റെസിസ്റ്റൻസ് സോൺ കൂടുതൽ സ്ട്രോങ് ആവുന്നുണ്ട്. അതുപോലെ തന്നെ കീ സപ്പോർട്ടായിട്ടുള്ളത് 56,000 ആണ്. പക്ഷേ ഇവിടെ 56,000 എന്ന് പറയുന്നത് അൺവൈൻഡ് ചെയ്യാണ്, അതായത് അത് വീക്ക് ആവുകയാണ്. അപ്പോൾ ഒരു ബുള്ളിഷ് ബേസ് വീക്കായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇവിടെ ഒരു നല്ലൊരു സപ്പോർട്ട് സോൺ ഉണ്ടായിരുന്ന ആ സപ്പോർട്ട് സോൺ ഇപ്പം വീക്ക് ആവുന്നുണ്ടെന്നാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ നമ്മൾ വരയ്ക്കാൻ വേണ്ടി ഞാൻ 50 മിനിറ്റ്സിൻ്റെ ബാങ്ക് നിഫ്റ്റീൻ്റെ 50 മിനിറ്റ്സ് ക്യാൻഡിൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും 57,000 ആണ് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പം ഇതിന് നമുക്കൊരു റെസിസ്റ്റൻസ് സോണായിട്ട് വേണം ഇതിനെ കണക്കാക്കാൻ. കാരണം ഈ 57,250 മുകളിലേക്ക് പോയാലാണ് നല്ലൊരു മൂവ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ നല്ലൊരു റിജക്ഷൻ വന്നൊരു ഏരിയയാണ്. അപ്പോൾ ചാർട്ടിൽ നോക്കുമ്പോൾ ഇതിനെ നമുക്ക് കമ്പൈൻ ചെയ്തിട്ട് ഇതിനൊരു റെസിസ്റ്റൻസ് സോണായിട്ട് വേണം നമുക്ക് കണക്കാക്കാൻ. ഇനി നല്ലൊരു സപ്പോർട്ട് സോൺ നമുക്ക് നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ ചാർട്ടിൽ നോക്കുകയാണെങ്കിൽ നല്ലൊരു സപ്പോർട്ട് സോണായിട്ട് വരുന്നത് ഇത് നല്ലൊരു ഇൻട്രാഡേ ഒരു സപ്പോർട്ട് സോണായിട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇന്ന് മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്ന ഈ ഒരു റേഞ്ച് എന്ന് പറയുന്നതും നല്ല ഒരു സപ്പോർട്ട് സോണായിട്ട് ഉണ്ട്. അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ നല്ലൊരു സപ്പോർട്ട് സോണായിട്ട് വരുന്നത്. അതുപോലെ തന്നെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മറ്റേ നേരത്തെ ഡെയിലി ക്യാൻഡിൽ കാണിച്ചു തന്ന ആ ഒരു ഹൈ ആണ് ഇത് വരുന്നത്. 57,600 ആ ഒരു റെസിസ്റ്റൻസ് സോൺ വരുന്നത്. അപ്പം നാളെ ഇപ്പം ഈ ഒരു റേഞ്ചിലാണ്, ഇപ്പം ഇൻ ബിറ്റ്വീൻ ഈ ഒരു ഇതിലേക്കാണെങ്കിൽ നമുക്ക് വലിയൊരു മൂവൊന്നും നമുക്ക് കിട്ടില്ല. ഇന്നത്തെ ആ ഒരു റേഞ്ചിലാണ്. അപ്പം ചെറിയ സ്കാൽപ്പിംഗ് ഒക്കെ ചെയ്യുന്നവർക്ക് ഇതിൻ്റെ ഉള്ളിലാണെങ്കിലും ഇപ്പോൾ ഇവിടേക്കാണ് ഓപ്പൺ ആവുന്നതെങ്കിലും നമുക്ക് ഒരു എൻട്രി സെറ്റപ്പൊക്കെ കിട്ടും. അതല്ല ഇത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അടുത്തൊരു നല്ലൊരു സ്ട്രോങ് സപ്പോർട്ടായിട്ട് ഇവിടെയാണുള്ളത്. ഈ ചെറിയ ലെവൽസ് ഞാൻ ഇപ്പോൾ വരച്ച ചെറിയ ലെവൽസൊക്കെ ശരിക്കും സ്കാൽപ്പിംഗ് ഒക്കെ ചെയ്യുന്നവർക്ക് വേണ്ടി ഉള്ളതാണ്. അല്ലാത്തവർക്ക് നമുക്ക് മെയിനായിട്ടുള്ള സപ്പോർട്ട് അല്ലെങ്കിൽ റെസിസ്റ്റൻസ് മാത്രം കൺസിഡർ ചെയ്താൽ മതി. താങ്ക് യു.